ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 49ന്റെ റിവ്യൂ ആണ്. നിങ്ങളിൽ പല ആളുകളും കാത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു റിവ്യൂ ഞാൻ ചെയ്യുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ബോറടിച്ച ഒരുത്തൻ്റെ റിവ്യൂ കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ എപ്പിസോഡ് എത്ര മണിക്കൂറാണ്? 1.5യോ 2.5യോ 3 3.5യോ എത്ര നേരം ഞാൻ ഇരുന്നു എന്നുള്ളത് എനിക്കറിയില്ല ഇത് തീരാൻ വേണ്ടി. ഇത്രയധികം സമയം ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ചിരുന്ന ഒരു ഓഡിയോ വിഷ്വൽ സാധനം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. എനിക്ക് അത്ര ബോറിംഗ് ആയിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ വല്ല കുഴപ്പമാണോ എന്നുള്ളത് എനിക്കറിയില്ല, അത്ര ബോറിംഗ് ആയിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു പവറും ഇല്ലാത്തൊരു എപ്പിസോഡ്. അതിനിടയ്ക്ക് മറ്റേ ഒരു ക്ലിപ്പ് കൊണ്ടുപോയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, മറ്റേ മുടിയെ പിടിച്ചത് ആരാണെന്നുള്ളത്. ആരാണ് മുടിയെ പിടിച്ചത്? ഈ ആർക്കെങ്കിലും മനസ്സിലായോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക. അതോ ഇനിയിപ്പോൾ എനിക്ക് ബോറടിച്ചതുകൊണ്ട് ഞാൻ സൂം ചെയ്ത് നോക്കാഞ്ഞിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. കുറേ ആൾക്കാർ ഗബ്രിയാണ് മുടിയെ പിടിച്ച് വലിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായി. കുറേ ആൾക്കാർ ഗബ്രി അല്ല, അത് ജിൻഡോ തന്നെ ആണ് എന്ന് പറഞ്ഞ് വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായി. എനിക്ക് ആ 2 വീഡിയോ കണ്ട സമയത്തും ഒരു ഐഡിയയും കിട്ടിയില്ല. ഗബ്രി ആ ഒരു ഭാഗത്തേക്ക് വരുന്നത് കണ്ടു, പക്ഷേ അയാൾ മുടിയെ പിടിച്ച് വലിക്കുന്നത് ഞാൻ കണ്ടില്ല. അങ്ങനെ സൂം ചെയ്തിട്ടുള്ള ഇമേജസ് വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക. പിന്നെ ജിൻഡോയുടെ ഒരു കൈ കാണുന്നില്ല, അപ്പോൾ അത് മുടിയലാണ് എന്ന് ചില ആൾക്കാർ പറയുന്നു. അന്നെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ അതിനൊരു പരിഹാരമാവുമല്ലോ എന്ന് വിചാരിച്ച സമയത്ത് അവിടെയും മനസ്സിലായില്ല. ആർക്കും മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാണ് ആ ഒരു ക്ലിപ്പ് കാണിച്ചത്? നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചാണ്. വീണ്ടും ആ ഒരു ക്ലിപ്പ് കാണിച്ച സമയത്ത് എനിക്ക് ഗബ്രിയോടാണ് ദേഷ്യം തോന്നിയത്. ഗബ്രി എന്തൊക്കെയാണ് കാണിക്കുന്നത്? അതിനുശേഷം രതീഷിൻ്റെ റീഎൻട്രി. കാട്ടുതീ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. ഇനിയിപ്പോൾ തീയുണ്ടേനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും തീയുണ്ടേനെ കൊണ്ടുവന്നത്. തീയുണ്ട 4 ദിവസത്തേനെ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു. കുഴപ്പമില്ല, 4 ദിവസം പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ആൾക്കാർ ബോറടിച്ചിരിക്കുകയാണ്. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പ്രോപ്പറായി പോയി കഴിഞ്ഞാൽ മാനസികാരോഗ്യത്തെക്കുറിച്ചിട്ട് ഒരു ചെറിയ പ്രഭാഷണമൊക്കെ നടത്തിയിട്ടാണ് ലാലേട്ടൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. ആരുടെ മാനസികാരോഗ്യം? നമ്മുടെയോ അതോ കണ്ടസ്റ്റൻസിൻ്റെയോ? പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പുറത്തു പോയ സിബിൻ്റെ മാനസികാരോഗ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയായിരുന്നു ഇന്നത്തെ ഇൻട്രോ. അപ്പോൾ കഴിഞ്ഞ ദിവസം സിബിൻ പുറത്തേക്ക് പോയിട്ട് എന്തോ പറഞ്ഞു. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് സിബിൻ കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ലൈവും കൂടെ ഞാൻ കണ്ടിരുന്നു, സിബിൻ്റെ ലൈവും കൂടെ കണ്ടിരുന്നു. ഏതായാലും അത് ബിഗ് ബോസിനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു ഇൻട്രോ അവിടെ അങ്ങോട്ട് ഫിറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഇൻട്രോ എനിക്ക് അത്ര വലിയ രസമായിട്ട് തോന്നിയില്ല. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അത് മറ്റേ മാനസികാരോഗ്യം, ഇവിടെ നിൽക്കുന്നതിൻ്റെ മനസ്സാന്നിധ്യം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുന്നതും അതെന്തോ എനിക്കത്ര നൈസായിട്ട് തോന്നിയില്ല. പിന്നെ ആൾക്കൂട്ട വിചാരണ പരിപാടികളൊക്കെ നടത്തിയതും ബിഗ് ബോസ് തന്നെയാണ്. അപ്പോൾ അതിനകത്തൂടെ തകർത്ത മാനസികാരോഗ്യവും ഗെയിമുമായിട്ടൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയില്ല. പിന്നീട് സിബിൻ്റെ കാര്യത്തിൽ ഗെയിമിൽ മറ്റേ ഒരു മിസ്ലീഡ് ചെയ്യുന്ന പരിപാടികൾ, പ്രേക്ഷകർ കുറേയധികം ആളുകൾ, ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ അതിന് എതിരായിരുന്നു. അങ്ങനെയൊക്കെ കുറേയധികം ഉടായ്പകൾ കാണിച്ചിട്ട് ഇവിടെ വന്നിട്ട് മാനസികാരോഗ്യത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്ന അതിൻ്റെ ആവശ്യമില്ല. മനുഷ്യത്വവും അതേപോലെ തന്നെ മാനസികാരോഗ്യമൊന്നും ബിഗ് ബോസിൽ നിന്നിട്ട്, അത് മലയാളം ബിഗ് ബോസിൽ നിന്നിട്ട് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയൊന്നും നോക്കണ്ട, വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോയാൽ മതി. ഏറ്റവും കൂടുതൽ മനസാന്നിധ്യമുള്ള ധീരനായിട്ടുള്ള കണ്ടസ്റ്റൻറ്റിന് കൊടുക്കാനുള്ള ബാഡ്ജ് സിജോയ്ക്ക് കൊടുക്കുകയുണ്ടായി. സിജോ ഇനി മുതൽ ആ ഒരു ബാഡ്ജ് ധരിച്ചിട്ടായിരിക്കും നടക്കുക എന്ന് എനിക്ക് തോന്നുന്നു. നല്ല വൃത്തിയുള്ളൊരു ബാഡ്ജായിരുന്നു. സാധാരണ മറ്റേ തട്ടിക്കൂട്ട് പരിപാടികളുണ്ടല്ലോ, ചിലതിങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കും, അതുപോലെ ഒന്നും അല്ലായിരുന്നു. നല്ല വൃത്തിയുള്ള ഒരു ബാഡ്ജായിരുന്നു. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വന്ന സിജോ ഹൗസിൽ കണ്ട മാറ്റങ്ങളെ കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. അപ്പം നോറയ്ക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് സിജോ പറയുന്നു. സിജോ അടി കൊണ്ട സമയം തന്നെ നോറ ചെറുതായിട്ടൊന്ന് മാറുകയും സിജോയ്ക്കെതിരെ തിരികെയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പിന്നെ അൻസിബ സിജോയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സിജോയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. കാട്ടുതീ ആയിട്ടാണ് വന്നത്, പക്ഷെ അത് അത്രത്തോളം വന്നില്ല. ചിലപ്പോൾ ഒളിച്ചു വെച്ചിരിക്കുകയായിരിക്കും, പിന്നീട് എടുത്ത് പ്രയോഗിക്കുമായിരിക്കും. ശ്രീരേഖ പിന്നെ പൊക്കി അടിക്കുന്നുണ്ട്, അഭിനയം കുലപതിയാണല്ലോ. സിജോ വന്ന സമയത്ത് ഒരു ചെറിയ ഇൻട്രോ കൊടുത്തായിരുന്നു അദ്ദേഹത്തെ കുറിച്ചിട്ട്, റീഎൻട്രി ഇൻട്രോ അങ്ങനെയല്ലോ പറയുന്നത്, എന്തോ സ്പീച്ച്. അപ്പോൾ കുറേയധികം ആൾക്കാരുടെ കിളിയൊക്കെ പോയായിരുന്നു. പലരുടെയും കിളി തിരിച്ചു വന്നിട്ടില്ല, ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ് എന്നൊക്കെ ശ്രീരേഖ പറയുന്നുണ്ട്. സിജു ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, താൻ പുറത്തേക്ക് പോയ സമയത്ത് തന്നെ അന്വേഷിക്കാതിരുന്ന ആളുകൾ ഇപ്പോൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ട് എന്നൊക്കെ. ജാസ്മിനും കൂടുതൽ അഭിപ്രായങ്ങളൊന്നുമില്ല. സിജോ ഇപ്പോഴും ഒബ്സർവിങ് ഫേസിലാണ് എന്നുള്ളതാണ്. കുറേയധികം ഒബ്സർവേഴ്സ് ഉണ്ട് അവിടെ. മറ്റേ അഭിഷേക്, ശ്രീകുമാർ, സായി കൃഷ്ണ, ഇപ്പോൾ കൂട്ടത്തിൽ സിജോ, എല്ലാവരും ഒബ്സർവ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ഇവരിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ തന്നെയാണ് ജാസ്മിൻ സിജോയെയും നോക്കി കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ജിൻഡോ ആണ് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. ജിൻഡോ പറഞ്ഞത് ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ തീയൊന്നും കാണാൻ പറ്റുന്നില്ല, കാട്ടുതീയൊന്നും കാണാൻ പറ്റുന്നില്ല, കെട്ടുപോയൊരു തീപ്പെട്ടിക്കുള്ളി പോലെയാണ് സിജോ എന്നുള്ളതാണ് ജിൻഡോയുടെ വർത്തമാനം. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ജിൻഡോയ്ക്ക് ഫീൽ ചെയ്യുന്നത്. പ്രേക്ഷകരിൽ പല ആളുകൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലാണ് നമുക്ക് വേണ്ടതോ അങ്ങനെ എന്തോ ഒരു കാര്യം. ഈ കാട്ടുതീ എന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ വലിയ പാടാണല്ലോ. അപ്പോൾ സിജോയുടെ കയ്യിൽ നിന്ന് കാട്ടുതീ വല്ലതും പൊട്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും എന്നുള്ളതായിരിക്കാം ലാലേട്ടൻ ഉദ്ദേശിച്ചത്. ഇതിന് ശേഷമുള്ള സ്ക്രിപ്റ്റിൽ ലാലേട്ടൻ മടുത്തുപോയി. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഞാനും ബോറടിച്ചു പോയി.
ഈ രതീഷിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമല്ലോ. അപ്പം വെറുതെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ രസം? കണ്ടസ്റ്റൻസിൽ പല ആളുകളും ചാരാൻ ഒരു തോൾ അന്വേഷിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെയാണ് സംസാരിച്ചു തുടങ്ങിയത്. റസ്മിൻ കഴിഞ്ഞ ദിവസം കൺഫെഷൻ റൂമിൽ പോയിട്ട് തനിക്ക് ആരും സംസാരിക്കാനില്ല എന്നൊക്കെ പരാതി പറഞ്ഞിരുന്നു. അപ്പോൾ റസ്മിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചിട്ടാണ് ലാലേട്ടൻ തുടങ്ങിയത്. അതിനുശേഷം അപ്സരയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു. അപ്സര പറയുന്നു, ഞാൻ ആരുടെയും ബെസ്റ്റ് ഫ്രണ്ട് അല്ല. അപ്പം മറ്റേ ശരണ്യ, മറ്റേ അതേപോലെ തന്നെ റസ്മിൻ, അങ്ങനെയുള്ള ആൾക്കാർ. ഇപ്പോൾ ശരണ്യയുടെ റസ്മിൻ്റെ കാര്യം അപ്സര പറയുന്നുണ്ട്. അതിനുശേഷം അർജുൻ പറയുന്നുണ്ട്, അർജുന് വേറെ ആരുടെ ഷോൾഡറിൻ്റെ ആവശ്യമില്ല, സ്വന്തം ഷോൾഡർ തന്നെ മതി. ഇപ്പോൾ ലാലേട്ടൻ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുകയുണ്ടായി. അതിനുശേഷം ജിൻഡോയിലേക്ക് എത്തുകയാണ്. ജിൻഡോ ആണ് രതീഷ് പോയ സമയത്ത് കരഞ്ഞ് മെഴുകിയത്. അതിൻ്റെ പിന്നിലൊരു വലിയ കഥയുണ്ടായിരുന്നല്ലോ. വലിയ കഥയല്ല, ഒരു ജയിൽ കഥയുണ്ടായിരുന്നല്ലോ. ജയിലിൽ വെച്ചിട്ട് ജിൻഡോയും അതേപോലെ തന്നെ രതീഷിൻ്റെ ഗെയിം പ്ലാൻ ചെയ്തു. അതുവരെ ജിൻഡോ ഒരു മണ്ടനാണ്, ജിൻഡോയ്ക്ക് ഗെയിം കളിക്കാൻ അറിയത്തില്ല എന്നൊക്കെ ആയിരുന്നു കണ്ടസ്റ്റൻസ് പറഞ്ഞത്. അപ്പം നീ മണ്ടനല്ലടാ, നീ മിടുക്കനാടാ, നിന്നിലെ മിടുക്കനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്നൊക്കെ രതീഷ് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അവരൊരു ടീം ബിൽഡ് ചെയ്തു. തൊട്ടടുത്ത ദിവസം ജിൻഡോയെ തനിച്ചാക്കി രതീഷ് പുറത്തേക്ക് പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ജിൻഡോയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. പറയാനുണ്ടോ എന്നുണ്ടെങ്കിൽ കൺഫെഷൻ റൂമിൽ പോയിട്ട് പറഞ്ഞോളൂ എന്ന് പറയുന്നു. അവിടെ ചെല്ലുമ്പോൾ മറ്റേ വസ്ത്രമൊക്കെ ധരിച്ച്, കറുത്ത വസ്ത്രവും മുഖംമുടിയൊക്കെ ധരിച്ചിട്ട് രതീഷ് ഇരിക്കുകയാണ്. അപ്പോൾ രതീഷിനോട് ജിൻഡോ തന്നെ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ആ ഒരു ഫിസിക്കൽ ഇൻപുട്ട് കൂടുതൽ വേണ്ട ഗെയിമിലൊക്കെ തനിക്കെതിരെ വരുന്ന അക്രമത്തെക്കുറിച്ചിട്ടൊക്കെ ജിൻഡോ പറയുകയുണ്ടായി. അങ്ങനെ ജിൻഡോയോട് ബാക്കി പിന്നെ പറയാം, കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ എന്ന് ബിഗ് ബോസ് പറയുന്നു. അങ്ങനെ കൂട്ടിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ രതീഷ് എന്നും സുരേഷ് ഏട്ടൻ എന്നും രണ്ട് ഊഹാപോഹങ്ങൾ അവിടെ കറങ്ങി നടപ്പുണ്ട്. പല ആൾക്കാരും സുരേഷ് ഏട്ടൻ എന്നുള്ളതാണ് പറയുന്നത്. രതീഷ് എന്തോ ബിഗ് ബോസിൽ നിന്ന് പുറത്തായ സമയത്ത് ആകെ മൊത്തം ഡിപ്രഷനായിട്ട് 10 കിലോ കുറഞ്ഞെന്ന് തോന്നുന്നു. കുറച്ച് ഒന്ന് നൈസ് ഒതുങ്ങിയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഏതായാലും രതീഷ് വരികയാണ്. രതീഷ് പിന്നെ ഒരു പാട്ടൊക്കെ പാടി അങ്ങോട്ട് അടിപൊളിയാവുകയാണ്. രതീഷ് കണ്ടസ്റ്റൻസിനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പഴയ ആളല്ല താൻ എന്നൊക്കെ രതീഷ് പറയുന്നുണ്ട്. 3-4 ദിവസങ്ങൾ മാത്രമാണ് രതീഷിൻ്റെ സേവനം കണ്ടസ്റ്റൻസിന് ലഭിക്കുക. എല്ലാ ആൾക്കാരും കേൾക്കാൻ വേണ്ടിയാണ് വന്നത്. വരുന്ന സമയത്ത് തന്നെ ജാസ്മിൻ ഓടിപ്പോയി ഹഗ് ചെയ്യുന്നുണ്ട്. പഴയ ഒരു ആങ്ങള പെങ്ങൾ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. ഇതിനുശേഷം കുസൃതി ചോദ്യവും GK ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നു. ലാലേട്ടൻ കുറേയധികം കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നു, കണ്ടസ്റ്റൻസ് കുറേയധികം ഉത്തരങ്ങൾ പറയുന്നു. എനിക്കാണെങ്കിൽ ഈ കുസൃതി ചോദ്യവും അതേപോലെ തന്നെ GK ഒന്നും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ്. ഞാൻ മറ്റേ ശ്രീധുവിനെ പോലെ ട്യൂബ് അടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലും ഒന്നും ഓർമ്മയും വരത്തില്ല. കുസൃതി ചോദ്യം എനിക്ക് ഒട്ടും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. എന്തിനാണ് ഇതിങ്ങനെ വലിച്ചു നീട്ടുന്നതെന്ന് ആലോചിച്ച് ഞാനിതിങ്ങനെ സ്കിപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോയ സമയത്ത് ഒരിടത്ത് വന്ന് ഈ സാധനം നിന്നു. പിന്നെ കേട്ട കഥ അതിനേക്കാളും വലിയ വെറുപ്പിക്കൽ, ഉറുമ്പാനയുടെ ചെവി കയറി അടിച്ച കഥ. ഇതിനുശേഷം ആളുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ച ഡേഞ്ചർ കോയിൻ ഗെയിമിനെ കുറിച്ചിട്ട് ചോദിച്ചു. ഋഷിക്ക് വയ്യ, ഋഷിക്ക് നല്ല രീതിയിൽ മർദ്ദനം കിട്ടി, അയാളങ്ങോട്ട് ഞെരുങ്ങിപ്പോയി കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ട്, എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ട്. ശരണിക്ക് ഒരു വലിയ ട്രോമയായിപ്പോയി മുടിയിലൊക്കെ പിടിച്ച് വലിച്ചത്. അപ്പം ശരണ പറയുന്നുണ്ട്, ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് ലാലേട്ട ഈ ഗെയിമിനെ നോക്കി കണ്ടത്, അതുകൊണ്ട് ഞാൻ മാറി ഒളിച്ച് നിൽക്കുകയായിരുന്നു, ഗെയിമിലൊന്നും ഇറങ്ങി കളിച്ചില്ല. ആ അൻസിബ ജാസ്മിനൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റും ഇല്ലാതെ വെറുതെ ഓടി നടന്ന് ഗെയിം കളിക്കുന്നത് കണ്ടിട്ട് ഞാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനായിട്ടാണ് ശ്രമിച്ചത്. പിന്നെ ഗബ്രി ഒരു രക്ഷകനായിട്ട് വന്നല്ലോ, ഇതൊന്നും ശരണെ പറഞ്ഞിട്ടില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതിനകത്ത് എനിക്ക് വലിയ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒന്നും ഫീൽ ചെയ്തില്ല. അതേപോലെ ഈ ജിൻഡോ മറ്റേ കോയിനുമായിട്ട് വരുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടി ഒക്കെ ഉള്ള അടുത്തപ്പോൾ എന്തിനു നിൽക്കണം, നമ്മുടെ സേഫ്റ്റി നോക്കണ്ടേ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ആരാണ് മുടി പിടിച്ച് വലിച്ചത് എന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവരും ജിൻഡോയുടെ കാര്യമാണ് പറയുന്നത്. സിജോയൊക്കെ ജിൻഡോയെ ഇല്ലാണ്ടാക്കി. സിജോ പറഞ്ഞു ജിൻഡോ അങ്ങനെയാണ്, ഒരു മര്യാദയില്ല, ഒരു വലിയ പ്രസംഗം അങ്ങ് നടത്തി. എന്നിട്ട് ലാലേട്ടൻ വിഷ്വൽ കാണിച്ചു. എന്നിട്ട് ലാലേട്ടന് മനസ്സിലായോ ആരാണ് മുടിയെ പിടിച്ച് വലിച്ചതെന്നുള്ളത്? എനിക്ക് തോന്നുന്നില്ല, ആർക്കും മനസ്സിലായെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് മയങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറയണം, ആരാണ് മുടിയെ പിടിച്ച് വലിച്ചത്. ഗബ്രി ലാലേട്ടൻ അടക്കമുള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്താണ് ഈ ഡേഞ്ചർ കോയിൻ ടാസ്ക്, എങ്ങനെയാണ് മറ്റേ ഫിസിക്കലായിട്ട് ഇൻവോൾവ് ആവേണ്ട ഗെയിം കളിക്കേണ്ടത്. ഞാനതിൽ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പോയില്ല. മറ്റേ ഗബ്രിയേക്കാളും വെറുപ്പിക്കലാണ് മറ്റേ ആനയുടെ ചെവി കയറി ഉറുമ്പിൻ്റെ കഥ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കേട്ടുകൊണ്ടിരുന്നു. ജിൻഡോ ഒറ്റപ്പെടുന്ന ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ സിജോ അവിടെ പറയുകയുണ്ടായി. പക്ഷേ ഈ ഒരു ഗെയിമിലടക്കം എല്ലാ ആൾക്കാരും ജിൻഡോനെയാണ് ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത്. പല ആൾക്കാരും വ്യക്തമായിട്ട് കണ്ടിട്ടൊന്നുമില്ല. ശ്രീതു പറയുന്നത് മുടി ഇങ്ങനെ കയ്യിൽ നിന്ന് പോകുന്നത് കണ്ടു, പിടിച്ചത് കണ്ടില്ല എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ലാലേട്ടൻ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, ക്യാപ്റ്റന് പറയാമല്ലോ അങ്ങനെ കളിക്കരുത്, ഇങ്ങനെ കളിക്കരുത്. സത്യം പറഞ്ഞാൽ ഞാനും അതിപ്പോഴാണ് ആലോചിച്ചത്, ക്യാപ്റ്റന് പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പോൾ ഇന്നലത്തെ കിച്ചൺ ഇഷ്യൂ, അതേപോലെ ആ ഒരു ഗെയിമിലെ ഇഷ്യൂ, അതൊക്കെ ക്യാപ്റ്റൻസിയെ ബാധിക്കുന്ന തരത്തിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഇന്ന് ക്യാപ്റ്റൻസിയെ ബാധിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ വീക്കിൻ്റെ ഒരു മിഡ് വീക്കൊക്കെ ആയ സമയത്ത് പറഞ്ഞ
ആ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാ ആൾക്കാരും ക്യാപ്റ്റൻസിയെ നോക്കിക്കണ്ടത്. ശ്രീധുവിൻ്റെ മികച്ച ക്യാപ്റ്റൻസി ആയിട്ട് എല്ലാ ആളുകളും വാഴ്ത്തുകയാണ്. ഇതിനുശേഷം വീണ്ടും ജിൻഡോയോട് ചോദിക്കുന്ന സമയത്ത് ജിൻഡോ നേരെ അത് ക്യാപ്റ്റൻ്റെ തലയിലേക്ക് ഇട്ടു. ക്യാപ്റ്റൻ പറയാറുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല, അങ്ങനെ എന്തോ ഒരു സാധനം. അതിനിടയ്ക്ക് നന്ദന കഴിഞ്ഞ ദിവസം ഒരു വിഷയം ഉണ്ടാക്കിയായിരുന്നല്ലോ, ജാസ്മിൻ 2 പഞ്ചയിലും കാലിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. എന്നിട്ട് ലാലേട്ടൻ തന്നെ പറയുകയുണ്ടായി, ഒരു മനസ്സുഖല്ലേ എന്നുള്ളത്. അപ്പോൾ ജാസ്മിന് വലിയ സന്തോഷമായി. ഈ ജാസ്മിൻ്റെ രീതികൾ, അദ്ദേഹത്തിൻ്റെ റിപ്ലേസ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അരോചകമായിരുന്നു. ലാലേട്ടനോടല്ല, ആരോടാണെങ്കിലും ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ ഒരു മാസ്റ്ററായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഒരു ബഹുമാനമൊക്കെ കാണിക്കണ്ടേ. അപ്പം ലാലേട്ടൻ ചോദിച്ച ചില ചോദ്യങ്ങൾക്കൊക്കെ എന്നൊക്കെ പറയുന്ന മറുപടിയൊക്കെ ആയിരുന്നു ജാസ്മിൻ കൊടുത്തത്. അപ്പം അതുപോലെ തന്നെ പവർ ടീമിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയുണ്ടായി. അപ്പം ശ്രീതു പറഞ്ഞു തീപ്പൊരി എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഒരു പൊരി പോലും വന്നില്ല. ശരിക്കും പവർ ടീം വൻ പരാജയമായിരുന്നു. പവർ ടീം പേടിച്ചു പോയി. സിബിൻ പുറത്തു പോയപ്പോഴത്തേന് പവർ ടീം പേടിച്ചു പോയി. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും അറിയില്ല, മൊത്തത്തിൽ പേടിച്ചു പോയി. പിന്നെ പവർ ടീമിൽ പവറുള്ള ആൾക്കാർ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗബ്രിക്ക് കുറച്ച് പവറൊക്കെ ഉണ്ട്, പക്ഷേ ഗബ്രിയുടെ പവർ എന്ന് പറയുന്നത് മറ്റേ വെറുപ്പിക്കുന്ന പവർ ആയതുകൊണ്ട് അത്ര അധികം നൈസായിട്ട് കണ്ടസ്റ്റൻസിന് ഫീൽ ചെയ്തില്ല, നമുക്ക് ഫീൽ ചെയ്തില്ല. ഇതിനുശേഷം ക്യാപ്റ്റൻസി നോമിനേഷനിലുള്ള ആളുകളെ വിളിക്കുകയാണ്. നോറ, റസ്മിൻ, അബി. അപ്പം നോറയ്ക്കൊരു പരാതിയുണ്ട്. നോറയുടെ നെഗറ്റീവ് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തത്. നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്തെങ്കിലും പറഞ്ഞ് നോറയ്ക്ക് ഒരു ഗെയിം കളിക്കാൻ സാധ്യത ഒരുക്കി കൊടുത്ത കണ്ടസ്റ്റൻസിനെ സ്മരിക്കുക, അല്ലാതെ എന്ത് പറയാനാണ്. അതുവരെ മിണ്ടാതിരുന്ന രതീഷിനെ ലാലേട്ടൻ ശ്രദ്ധിക്കുകയും ക്യാപ്റ്റൻസി ഗെയിമിൻ്റെ കാര്യങ്ങൾ വായിച്ചു കൊടുക്കാനായിട്ട് പറയുകയും ചെയ്യുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. മറ്റേ മെഷാണ്, വളഞ്ഞിരിക്കുന്ന മെഷ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ബോളുകളുണ്ട്, പ്ലാസ്റ്റിക് ബോളുകൾ. അപ്പോൾ വിരൽ വെച്ചിട്ട് ഈ ബോളുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു പാത്രത്തിലിടണം. ശ്രദ്ധ അത്ര അധികം വേണ്ട ഒരു ഗെയിമാണ്. അപ്പോൾ ശ്രദ്ധ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി റസ്മിൻ മറ്റേ പാട്ട് പാടാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് ഈ പരിപാടി ചെയ്തത്. അപ്പോൾ അതിൻ്റെ അവസാനം പൊട്ടനായിരുന്നു ഞാൻ എന്ന് പറയുന്ന ഒരു ലൈനുണ്ടല്ലോ. അപ്പോൾ അത് ആരാവും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ ആരും അങ്ങനെ വലിയ പൊട്ടന്മാരൊന്നും ആയില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും അവരുടെ മാക്സിമം ഇട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ശ്രദ്ധ പാളിയ സമയത്ത് അബിയുടെയും അതേപോലെ തന്നെ നോറയുടെയും റസ്മിൻ്റെയൊക്കെ ബോളുകൾ കയ്യിൽ നിന്ന് വഴുതി പോകുന്നുണ്ട്. ചിലത് ബോക്സിലേക്ക് അമിതാവേശത്തിൽ ഇടുന്ന സമയത്ത് തെറിച്ചു പോയിട്ടുണ്ട്. എന്നാലും റസ്മിൻ സ്കോർ ചെയ്യുന്നു, ജയിക്കുന്നു. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ ഈ വീക്ക് പുറത്തു പോകുന്നുള്ളതാണ് ഞാൻ എവിടെയോ കണ്ടായിരുന്നു. അഭിഷേക് ശ്രീകുമാർ പോയില്ല. റസ്മിൻ പോകുന്നൊക്കെ ആരോ പറയുന്നത് കേട്ടായിരുന്നു, റസ്മിനും പോയില്ല. അങ്ങനെ റസ്മിൻ 50 ദിവസം കഴിയുമ്പോൾ ആദ്യ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനുശേഷം പ്രേക്ഷകരുടെ ഏറ്റവും വലിയ ആകുലതയായിട്ടുള്ള ജാസ്മിൻ്റെ വൃത്തിയെക്കുറിച്ചിട്ടൊന്ന് ചോദിക്കേണ്ടതുണ്ട്. പക്ഷേ എങ്ങനെ ഡയറക്റ്റ് ചോദിക്കും? ലാലേട്ടൻ്റെ ഒരു പ്രൊഫൈൽ അറിയാമല്ലോ. അപ്പം ചില ആളുകൾ വന്നിട്ട് പരാതി പറയും, ഞാൻ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നത് ഭയങ്കര മോശമാണ്, നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് യോജിച്ചതല്ല, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഞങ്ങളുടെ മനസ്സിൽ വല്ലാതെ ഇടിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അപ്പം ഞാൻ ആശ്വസിക്കുന്നത്, ഒന്നാമത് എൻ്റെ ലോൺ അടയ്ക്കാമല്ലോ എന്നുള്ളതാണ്. രണ്ടാമത് ലാലേട്ടൻ അത് ഹോസ്റ്റ് ചെയ്യുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അവിടെ കിടക്കുന്നു. അപ്പോൾ ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല ഈ വൃത്തിയുടെ ഒരു കാര്യം. പക്ഷേ ലാലേട്ടൻ ഈ ജാസ്മിനെ ഒന്ന് വരട്ടണമെന്നുള്ളത് സ്ക്രിപ്റ്റിലുണ്ട്, ഇത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ജാസ്മിനെ ഇങ്ങനെ എഴുതിപ്പിച്ച് നിർത്തിയിട്ട് റൂമൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അൻസിബ പറയുന്നുണ്ട് അവരുടെ റൂം കാണിക്കുന്നുണ്ട്, അത് ജിൻഡോയുടെയും ജാസ്മിൻ്റെയും ഡ്രസ്സുകളാണ്. ഭയങ്കര മോശം. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ റൂം അടിപൊളിയായിരിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ ബാക്കിയുള്ള റൂമുകളും കാണിക്കുന്നുണ്ട്, എല്ലാം ഒന്നിനൊന്നും മെച്ചം. അപ്പോൾ അതിനകത്ത് പവർ റൂം നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. അതിൽ ഒരു ബെഡ് മാത്രം വൃത്തികേടായിട്ട് കിടക്കുന്നു, അത് ഋഷിയുടെയാണ്. അപ്പോൾ ഋഷി ചിരിക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പം ഋഷിയെ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ജാസ്മിൻ എന്തോ ഒരുമാതിരി ഒഫൻഡഡ് ആവുന്നത് പോലെ അൻസിബയും ചോദ്യം ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ്റെ ചോദ്യത്തിന് പുച്ഛത്തോടെയുള്ള ഒരു മറുപടി എന്തോ തിരിച്ച് തർക്കുത്തരമൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടൻ കലിപ്പായി, ശരിക്കും കലിപ്പായി. ലാലേട്ടൻ ചോദിക്കണ്ടായി, എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ ചെയ്ത ഒരു തെറ്റല്ലേ? ശരിക്കും അയാൾ ചെയ്തൊരു തെറ്റാണ്. പിന്നെ എന്തിനാണ് ജാസ്മിനോട് ചോദിക്കുന്ന സമയത്ത്, അതിപ്പോൾ ആരോട് ചോദിക്കുന്ന സമയത്തും ഇന്ന ആളങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ന്യായമൊന്നുമല്ലല്ലോ. അപ്പോൾ ആരെയാണോ തിരഞ്ഞെടുത്തത് കേൾക്കുക തന്നെ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക തന്നെ. അവിടെ വെച്ചിട്ട് ആ ഒരു വേദിയിൽ വെച്ചിട്ട് അൻസിബയോട് ചൂടാവുന്നു, ജിൻഡോയോട് ചൂടാവുന്നു, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിനുശേഷം ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും എവിക്ഷനിലേക്കുള്ള ഒരു കാര്യം പറയുകയുണ്ടായി. നോറ സേവ് ആവുകയാണ്, റസ്മിൻ സേവ് ആവുകയാണ്, അഭിഷേക് ശ്രീകുമാർ സേവ് ആവുകയാണ്, അർജുൻ സേവ് ആവുകയാണ്. അങ്ങനെ മിക്കവാറുള്ള ആൾക്കാരൊക്കെ സേവ് ആവുകയാണ്. ജിൻഡോ ആൻഡ് ജാസ്മിൻ സേവ് അല്ല എന്നുള്ളതാണ് ലാലേട്ടൻ പറയുന്നത്. ഏതായാലും ഇത് കണ്ട സമയത്ത് ജാസ്മിൻ പുറത്തു പോയാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അത് ജാസ്മിനോട് വെറുപ്പുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. പോയി എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കട്ടെ. അതേപോലെ തന്നെ പ്രേക്ഷകർ എത്രയാണെന്ന് വെച്ചിട്ടാണ്, എന്തോരോ ആൾക്കാരാണ്. ഞാൻ മറ്റേ ഈ ഹോട്ട്സ്റ്റാറിൻ്റെ ലൈവിലൊക്കെ ഇടയ്ക്ക് പോയി നോക്കുന്ന സമയത്ത് ചില ആളുകൾ എനിക്ക് തോന്നി 2 മാസമായിട്ട് ഉറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, എന്തോ മാനസികമായിട്ടുള്ള വലിയ വ്യഥകളുമായിട്ടാണ് നടക്കുന്നത്.
ഇങ്ങനെ വന്നിട്ട് ജാസ്മിനെ പുറത്തു വിടുവോ ആദ്യമൊക്കെ ഭയങ്കര ഊർജ്ജസ്വലത്തോടെയായിരുന്നു ചോദിക്കുന്നത്. ഇപ്പോൾ കാലൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അത്രയധികം ആളുകളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാകുമ്പോഴത്തേന് ജാസ്മിനെ പറഞ്ഞു വിടുവോ, എന്തെങ്കിലുമൊക്കെ കാണിക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരട്ടെ. ഏതായാലും സീസൺ 6ൻ്റെ ഗതി ഇങ്ങനെ നമ്മൾക്ക് പിടിതരാതെ മുന്നോട്ടേക്ക് പോവുകയാണ്. മാറ്റി പിടിക്കണ പരിപാടികളാണ്. ഏതായാലും ആൾക്കാർ ചാനൽ മാറ്റാനായിട്ട് അധികം ദിവസം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇനിയിപ്പം രതീഷിലൊരു പ്രതീക്ഷയുണ്ട്. ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ അത് തീരാം, ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ആ ഒരു പ്രതീക്ഷ ഏറാം. രതീഷിനെ പുറത്ത് വിടണമെന്ന് ആദ്യ ആഴ്ച പറഞ്ഞ ആൾക്കാരൊക്കെ വീക്കെൻഡ് എപ്പിസോഡ് ആയ സമയത്ത് അയ്യോ പുറത്ത് വിട്ടത് അൺഫെയർ ആയിപ്പോയി എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാർക്കിടയിൽ ഇതുപോലുള്ള ഒരു ചാനലിൽ റൺ ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ അതിനെ ആ ഒരു സീരിയസ്നെസ്സോടെ മാത്രം എടുക്കുക. അതിവൈകാരികമായിട്ടൊക്കെ ആളുകൾ ഈ ഗെയിമിനെ നോക്കിക്കാണുന്നുണ്ട്. അവർക്ക് പൈസ കിട്ടും, എനിക്കും ലാഭമുണ്ട്, ചാനലിന് ലാഭമുണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും ലാഭമുണ്ട്. ഈ അതിവൈകാരികമായിട്ടൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ഇടപെടുന്ന ആൾക്കാരുടെ മാനസിക ആരോഗ്യവും അതേപോലെ തന്നെ സമയമൊക്കെയാണ് നഷ്ടപ്പെടുക. അതുകൊണ്ട് നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രങ്ങൾ, അതിനു വേണ്ടി അവർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി പോവാതിരിക്കുക. മൊത്തത്തിലൊന്ന് മാറട്ടെ, പ്രേക്ഷകരൊക്കെ നല്ല ഊർജ്ജസ്വലതയുടെ നിലവാരത്തിലേക്ക് വരട്ടെ. നന്ദി.